ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പിൻട്രസ്റ്റ് ആപ്പിലൊക്കെ ഉള്ള പോലത്തെ ഒരു മെസൺട്രി വ്യൂ എങ്ങനെ റിയാക്ട് നേറ്റീവിൽ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്പിൻ്റെ ഒരു ഡെമോ. നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ മെസൺട്രി വ്യൂയുടെ ഒരു ഡെമോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് റിയാക്ട് നേറ്റീവിൽ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ നമുക്ക് വേണ്ട ഒരു ബേസിക് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വ്യൂ ഇട്ടിട്ടുണ്ട്, അതിനകത്തായിട്ട് മെസൺട്രി വ്യൂ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഐറ്റംസ്, നമ്മുടെ കാർഡ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു സ്ക്രോൾ വ്യൂ ഓപ്പൺ ചെയ്തു. സ്ക്രോൾ വ്യൂ. ഓക്കെ, ഈ സ്ക്രോൾ വ്യൂക്കകത്താണ് നമ്മൾ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണിക്കേണ്ട ഐറ്റംസ് ഞാനിവിടെ ഒരു ഐറ്റംസ് എന്ന് പറയുന്ന ഒരു അരയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഐറ്റത്തിനും ഒരു ഐഡിയ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വ്യൂവിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഓരോ ഐറ്റത്തിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു ഫോട്ടോയാണ് നമ്മൾ ഡിസ്പ്ലേ. ഇപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ കാർഡ്സ് ആണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പം നമ്മൾ ഒരു ഫോട്ടോസ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോയുടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് വേണം. ദെൻ ഇവിടെ ഞാൻ കാർഡ് കാണിക്കുന്നുണ്ട്, ഓരോ കാർഡിനും ഓരോ കളറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഐറ്റംസ് എന്ന് പറയുന്ന അരയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് സ്ക്രോൾ വ്യൂക്കകത്ത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തു സ്ക്രോൾ വ്യൂക്കകത്ത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഈ സ്ക്രോൾ വ്യൂവിൽ 2 റോ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മെയിൻ വ്യൂക്കകത്ത് 2 സെപ്പറേറ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഐറ്റംസ് എന്ന് പറയുന്ന അരയിലൂടെ മാപ്പ് ചെയ്തിട്ട് അതിവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ദെൻ ഇവിടെ ഞാനൊരു കാർഡായിട്ടാണല്ലോ ഡിസ്പ്ലേ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഡെമോയിൽ കണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കാർഡ് എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ കാർഡ് ഡോട്ട് ജേസ്. ഓക്കെ, ഈ കാർഡ് ഡോട്ട് ജേസ് എന്ന് പറയുന്നത് ഒരു റിയാക്ട് നേറ്റീവ് കോമ്പണൻ്റ് ആണ്. സോ RNEF. ഓക്കെ, ഇവിടെ നമ്മൾ ഒന്നും ടെക്സ്റ്റോ ഒന്നും കാണിക്കുന്നില്ല, സിമ്പിളായിട്ടുള്ളൊരു കാർഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇവിടെയില്ല. ദെൻ ഈ വ്യൂക്കകത്ത് നമുക്ക് കുറച്ച് സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈൽ. ഓക്കെ, സ്റ്റൈൽ കൊടുക്കുന്നത് അത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ. ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കണ്ടു ഐറ്റംസ് എന്ന് പറയുന്ന അരയ്ക്കകത്താണ് നമ്മൾ കളേഴ്സ് എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കളറാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ പ്രോപ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണം. സോ ഞാനിവിടെ കളർ പ്രോപ്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ കാർഡിൻ്റെയും വിഡ്ത്ത് അതും ഞാൻ പ്രോപ്സ് ആയിട്ടാണ് വാങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആസ്പെക്ട് റേഷ്യോ ഇത്രയാണ് നമ്മൾ കാർഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ പ്രോപ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ കളർ എന്ന് കൊടുത്തു. ദെൻ ആ കാർഡിൻ്റെ വിഡ്ത്ത് ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യുന്ന വിഡ്ത്ത് തന്നെ കൊടുത്തു. ദെൻ ഇനി ഹൈറ്റ് കൊടുക്കുമ്പോൾ കാർഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വിഡ്ത്ത് ഇൻറ്റു ആസ്പെക്ട് റേഷ്യോ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി സേവ് ചെയ്യുക. അപ്പോൾ അതിനകത്തൊന്നും നമ്മൾ വേറെ കോമ്പണൻസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഈ വ്യൂ ക്ലോസ് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കും. ഓക്കെ, അവിടെ 2 വ്യൂയുടെ ആവശ്യമില്ല. ദെൻ സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ആപ്പ് ഡോട്ട് ജേസിൽ വന്നിട്ട് നമ്മൾ ആ കാർഡ് കമ്പോണൻ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് കാർഡ് ഫ്രോം കാർഡ്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു മെയിൻ വ്യൂ സ്ക്രോൾ വ്യൂക്കകത്തൊരു മെയിൻ വ്യൂ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് 2 വ്യൂ കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വ്യൂക്കകത്ത് വരിക. ദെൻ കെലിബ്രേസ് ഓപ്പൺ ചെയ്യാം. ദെൻ നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്ന ആരെ മാപ്പ് ചെയ്യണം. എന്നിട്ട് ഓരോന്ന് ഇവിടെ കാണിക്കണം. സോ ഐറ്റംസ് ഡോട്ട് മാപ്പ് ഐറ്റം. ദെൻ ഇവിടെ റിട്ടേൺ ചെയ്ത് നമ്മുടെ കാർഡ് കോമ്പണൻ്റ് ആണ്. സോ കാർഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഈ കാർഡിനകത്തുള്ള നമ്മൾ പ്രോപ്സ് എന്ന് പറയുന്നത് കളറുണ്ട്. സോ കളർ എന്ന് പറയുന്നത് ഈ ഐറ്റം ഡോട്ട് കളർ കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഐറ്റത്തിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഐറ്റം ഡോട്ട് ആസ്പെക്ട് റേഷ്യോ. അതുപോലെ തന്നെ വിഡ്ത്ത് പാസ് ചെയ്യണം. വിഡ്ത്ത് നമ്മൾ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് ആ സ്ക്രീനിൻ്റെ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 2, അതായത് നമ്മൾ 2 കോളായിട്ടാണ് കാണിക്കുന്നത്. ഒരു കാർഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ സ്ക്രീൻ വിൻഡോയുടെ വിഡ്ത്തിൻ്റെ പകുതിയാണ്
ഒരു കാർഡിൻ്റെ വിഡ്ത്ത്. അതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നമുക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് കൊടുക്കാം. നമുക്കറിയാം മാപ്പ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു യുണീക്കായിട്ടുള്ള കീ കൂടെ കൊടുക്കണം. അപ്പോൾ കീ എന്ന് പറയുന്നത് നമ്മൾ ഐറ്റം ഡോട്ട് ഐ ഡി കൊടുത്തു. ഓക്കെ, ഇതേ സംഭവം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ മാപ്പ്, അതായത് ഐറ്റംസ് എന്ന് പറയുന്ന അരയിലുള്ള എല്ലാം ഐറ്ററേറ്റ് ചെയ്തോടെ കാണിക്കും. എല്ലാ ഐറ്റംസും ഇവിടെ കാണിക്കും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഈ ഒരു സൈഡിലായിട്ടും കുറച്ച് റൈറ്റിൽ, അതായത് കുറച്ച് ലെഫ്റ്റും കുറച്ച് റൈറ്റും, ഇങ്ങനെ 2 കോളമായിട്ടാണ് നമുക്കിവിടെ കാണിക്കേണ്ടതുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഐറ്റംസ് മാപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിന് ഫിൽട്ടർ ചെയ്യണം. ഏതൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത്, ഏതൊക്കെയാണ് റൈറ്റ് സൈഡ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഏതൊക്കെയാണ് കാണിക്കുന്നത് എന്നാണ് എഴുതുന്നത്. അപ്പോൾ അതിനായിട്ട് ഐറ്റംസ് ഡോട്ട് ഫിൽട്ടർ. ഓക്കെ, ഈ ഫിൽട്ടറിൽ ഒരു ഫംഗ്ഷനാണ്, 2 ആർഗ്യുമെൻ്റ് ഉണ്ടാവും. ദെൻ നമുക്ക് ആദ്യത്തെ ആർഗ്യുമെൻ്റ് ഐറ്റം ആയിരിക്കും. ഐറ്റം നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഇൻഡെക്സ് എടുത്തു. ഓക്കെ, ഇത് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഇൻഡെക്സ് മോഡുലർ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 0. ഓക്കെ, അതായത് ഈവൻ ഇൻഡെക്സ് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ ലെഫ്റ്റിൽ കാണിക്കുന്നത്. ഓക്കെ, ഓഡ് വരുന്നത് നമ്മൾ റൈറ്റിലും കാണിക്കും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൻ്റെ എഴുതി ഇതേപോലെ തന്നെ അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റിലിട്ടിട്ട് ദെൻ ഇവിടെ നമ്മൾ ഈക്വൽ ടു 0ക്ക് പകരം നോട്ട് ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സേവ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് 2 റോ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഈ വ്യൂക്കകത്ത് സ്റ്റൈൽ കൊടുക്കണം. സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം ആ ഒരു മെസൻട്രി വ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ കുറച്ചുകൂടി ഈ കാർഡിൽ നിന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡിലോട്ട് പോവാം. നമ്മൾ ആ കാർഡിന് ഒരു മാർജിനും അതുപോലെ തന്നെ ബോർഡർ റേഡിയസ് എല്ലാം സെറ്റ് ചെയ്യാം. നമുക്ക് ഈ കാർഡിനൊരു മാർജിൻ ബോട്ടം ഒരു 10 കൊടുക്കാം. അതുപോലെ തന്നെ ബോർഡർ റേഡിയസും 10 കൊടുക്കാം. ഇത് ഞാൻ സേവ് ചെയ്ത് നോക്കിയാൽ ഓക്കെ. ദെൻ ഇനി നമുക്ക് ഈ ഒരു മാർജിനോട് കൊടുക്കണം. കാർഡിൻ്റെ റൈറ്റിൽ ഒരു മാർജിൻ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2 വ്യൂ ആണല്ലോ ഉള്ളത്. ഇതിൽ ആദ്യത്തെ വ്യൂവിന് സ്റ്റൈൽ ചെയ്യാം. സ്റ്റൈൽ മാർജിൻ റൈറ്റ് ഒരു 5 കൊടുത്തു. ദെൻ അത് കോപ്പി ആയിട്ട് രണ്ടാമത്തെ വ്യൂ എടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റൈൽ ഇവിടെ മാർജിൻ ലെഫ്റ്റ് 5 കൊടുത്തു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ടുള്ള മെസൻട്രി വ്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മളൊരു മെസൻട്രി വ്യൂ റിയാക്ട് നേറ്റീവിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് തന്നെ നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 40 ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാർഡിന് പകരം ഇവിടെ ചുമ്മാ വ്യൂ ഇടുന്നതിന് പകരം നമുക്കൊരു ഇമേജ് കോമ്പണൻ്റ് ഇടാം. അതിലെ സോഴ്സ് ആയിട്ട് നമ്മളെ ഇമേജും പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കാർഡിന് പകരം ഇമേജസ് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.